കൂട്ടുകാരോടും സ്നേഹിതരോടുമൊപ്പം തിരുവോണവും പിറന്നാൾ സദ്യയും ഒരുക്കിയപ്പോൾ ഒരു ഉത്സവ പ്രതീതിയായിരുന്നു മനസ്സുകളിൽ. നിലമ്പൂർ ആയിഷയ്ക്ക് ഇത് 77ാം പിറന്നാൾ. ഏറെ സന്തോഷത്തോടെയാണ് ഞാൻ ഇന്ന് ജീവിക്കുന്നതെന്ന് ആയിഷ പറഞ്ഞു. തന്റെ സുഹൃത്തുക്കളോടൊപ്പം ഓണസദ്യയും പിറന്നാൾ സദ്യയും ഒരുമിച്ചുണ്ണാനായതിന്റെ സന്തോഷത്തിലാണിവർ. നാടക ജീവിതവും സിനിമാ ജീവിതവും ഒരു കാലത്ത് ഏറ്റവും കൈപ്പേറിയതായിരുന്നു. സമൂഹം കുറ്റപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്തിരുന്ന ഒരു കാലം. എന്നാൽ ഇന്ന് ആ സ്ഥിതി മാറി. എല്ലാവരുടെയും സ്നേഹാദരവുകൾ എനിക്ക് വേണ്ടുവോളം ലഭിക്കുന്നുണ്ടെന്നാണ് ആയിഷയുടെ അഭിപ്രായം. സുഹൃത്തുക്കൾ ആയിഷയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. എന്നാൽ അവരൊരുക്കുന്ന സ്വീകരണം അതിലേറെ ഇഷ്ടവും. പൂവത്തിക്കൽ രാധാകൃഷ്ണന്റെ വീട്ടിലൊരുക്കിയ പിറന്നാൾ ആഘോഷങ്ങൾക്ക് മാറ്റേകാൻ മറ്റ് കലാ സാഹിത്യ രംഗത്തെ അംഗങ്ങളും എത്തിയിരുന്നു. പ്രദേശത്തെ ഏറ്റവും പ്രായം ചെന്ന കാരണവരായ കാവുങ്ങൾ ആലിക്കുട്ടി ഹാജി എന്ന 95-കാരനിൽ നിന്നും തന്റെ പിറന്നാൾ ആശംസയും നൽകിയ മധുരവും ആയിഷയ്ക്ക് കണ്ണ് നനയിക്കുന്നതായിരുന്നു. കൂടാതെ സാംസ്കാരിക പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് കൂടിയായ പൂവത്തിക്കൽ രാധാകൃഷ്ണൻ പൊന്നാട അണിയിച്ചതും ഏറെ സന്തോഷവതിയാക്കി. പരിപാടിയിൽ തിരക്കഥാകൃത്ത് അബൂബക്കർ കടത്ത്, ആകാശവാണി ആർട്ടിസ്റ്റ് CTA റസാഖ്, വിശ്വൽ കലാസാഹിതി സംസ്ഥാന വൈസ് പ്രസിഡന്റും മാപ്പിളപ്പാട്ട് നിരൂപകനുമായ സലാം കൊടശ്ശേരി, AWH കോഴിക്കോട് ഡയറക്ടർ അഷറഫ് എടപ്പറ്റ, സാമൂഹ്യ പ്രവർത്തകൻ പടിഞ്ഞാറയിൽ വീരാൻകുട്ടി, മജീഷ്യൻ DP നാസർ, CT ഫിറോസ് എന്നിവരും ദേശീയ ഭാരത് തരംഗം ജില്ലാ പ്രസിഡന്റ് നീതു കൃഷ്ണ, വൈസ് പ്രസിഡന്റ് റാഫില എന്നിവരും സംസാരിച്ചു. അഷറഫ് പുളിക്കൽ സ്വാഗതവും ലുലു നന്ദിയും പറഞ്ഞു.